കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്കേവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം നൽകിയ നല്ല ദിവസത്തെ യേശുവിൻ്റെ ദിവികാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിച്ചു കേൾക്കുക. ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. സ്നേഹിതരെ, വീണ്ടും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും നടത്തിത്തരുമെന്നുള്ള വാഗ്ദാന തിരുവചനം. ഇന്നൊരു പക്ഷേ നമ്മുടെ ഭവനങ്ങളിലും വ്യക്തിജീവിതത്തിലും ദൈവത്തിൻ്റെ ശക്തി വരാതിരിക്കുന്നതിന് കാരണം നമ്മൾ ഐക്യത്തിലല്ല, യോജിപ്പിലല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊത്തിരിയേറെ തടസ്സങ്ങളുണ്ടാകുന്നു. ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും സഭയും സഭാമക്കളും ഒരുമിച്ച് യോജിച്ച് ഐക്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾ എന്തു ചോദിച്ചാലും തരുമെന്ന് ഇന്ന് തിരുവചനം നമുക്ക് വാഗ്ദാനം നൽകുകയാണ്. നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ യോജിപ്പില്ലാത്ത ഭർത്താക്കന്മാർ, ഭാര്യമാർ, മക്കളും മാതാപിതാക്കളും യോജിപ്പില്ലാത്ത ഐക്യത്തിൽ വരുവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഈ ഒരു നിമിഷം ദിവികാരുണ്യനാഥന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി നമ്മളെവിടെയായിരുന്നാലും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ ഐക്യത്തിലേക്ക്, രമ്യതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഈ ശുശ്രൂഷയിൽ അകലങ്ങളിലിരുന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രമ്യതയുടെ, ഐക്യത്തിൻ്റെ, ഒന്നാകലിൻ്റെ ചൈതന്യവും അഭിഷേകം ലഭിക്കുവാൻ ഞങ്ങൾ ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ പ്രത്യേകമായ നിയോഗം രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ രോഗസൗഖ്യം ആ സഹോദരിയിൽ വളരുവാൻ, ആ സഹോദരിയെ സൗഖ്യപ്പെടുത്തുവാൻ നമുക്ക് ഒന്നടങ്കം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിജി. എനിക്ക് 38 വയസ്സ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ കിഡ്നിയുടെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ 4 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്യുന്നു. ലിസിയിലായിരുന്നു ആദ്യം. ഇപ്പോൾ ഞാൻ LFലാണ് ചെയ്യണത്. എൻ്റെ 2 വൃക്കകളും തകരാറിലാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരും സഹായിക്കണം.